എല്ലാവർക്കും ഡിസൈനേഴ്സ് ടിപ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ കോറൽ ഡ്രോയുടെ ട്യൂട്ടോറിയൽ ആരംഭിക്കുകയാണ്. തുടക്കക്കാർക്ക് വരെ മനസ്സിലാകാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോറൽ ഡ്രോയുടെ പോർട്ടബിൾ വേർഷന് 2021 ആണ്. കോറൽ ഡ്രോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതിൽ നമുക്ക് പുതിയ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി Ctrl+N പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഫയൽ മെനുവിൽ ന്യൂ സെലക്ട് ചെയ്യുക. ഫയൽ മെനുവിന്റെ തൊട്ടുതാഴെയുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തും പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വെൽക്കം സ്ക്രീൻ കാണുവാൻ സാധിക്കും. ഇതിലെ ന്യൂ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്തും പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ന്യൂ ഡോക്യുമെന്റിനൊപ്പം കാണുന്ന ഐക്കണുകൾ റീസെന്റായി ഓപ്പൺ ചെയ്ത ഫയലുകളാണ്. ഇവിടെയുള്ള ഓപ്പൺ ഡോക്യുമെന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ന്യൂ ഫ്രം ടെംപ്ലേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വിൻഡോ കാണാം. ഇതിലുള്ള ഡിസൈനുകളിൽ ക്ലിക്ക് ചെയ്താൽ വലതുവശത്തുള്ള വിൻഡോയിൽ അതിന്റെ പ്രിവ്യൂ കാണാം. ഇനി നമുക്ക് ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നെയിം എന്നതിന് നേരെ നമുക്ക് ഡോക്യുമെന്റിന്റെ നെയിം കൊടുക്കാം. പ്രൈമറി കളർ മോഡ് എന്നത് CMYK ആക്കാം. പ്രിന്റിംഗ് ആവശ്യത്തിനായി പൊതുവെ CMYK ആണ് ഉപയോഗിക്കുന്നത്. ഓൺലൈൻ ആവശ്യങ്ങൾക്കായി പരസ്യങ്ങളും മറ്റും ചെയ്യുന്നതിന് RGB കളർ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പേജ് സൈസ് A4 ആണ്. ഇവിടെ ഒരുപാട് പേജ് സൈസുകൾ ഡിഫാൾട്ട് ആയി കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കൊടുത്തിരിക്കുന്ന മെഷർമെന്റ് യൂണിറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. താഴെയുള്ള വിഡ്ത്തും ഹൈറ്റും മാറ്റി കസ്റ്റം സൈസ് പേജും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓറിയന്റേഷൻ പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പോ ആക്കാം. റെസൊല്യൂഷൻ 72 മുതൽ 300 വരെ സെലക്ട് ചെയ്യാം. അതിലും മുകളിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിലായി മെനു ബാറും അതിന് താഴെയായി സ്റ്റാൻഡേർഡ് ബാറും കാണാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലാണ് ടൂൾ ബാർ ഉള്ളത്. താഴെ ഇവിടെയാണ് നമ്മൾ ഡോക്യുമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറുകൾ കാണപ്പെടുന്നത്. ഉദാഹരണത്തിന് ഈ ഡോക്യുമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 കളറുകളും ഇപ്പോൾ താഴെ വന്നിരിക്കുന്നതായി കാണാം. റൈറ്റ് സൈഡിൽ കളർ പാലറ്റ് ഉണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ബാർ പരിചയപ്പെടാം. ഇതിൽ കുറെ ഐക്കണുകൾ കാണാം. അവ ഏതൊക്കെ എന്നും എന്തിനെന്നും നോക്കാം. ആദ്യത്തെ ഐക്കണ് നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ഐക്കണ് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തു വച്ചിട്ടുള്ള കോറൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിനുള്ളതാണ്. മൂന്നാമത്തെ ഐക്കണ് പുതിയതായി ക്രിയേറ്റ് ചെയ്ത ഫയൽ സേവ് ചെയ്യുന്നതിനുള്ളതാണ്. അടുത്ത 2 ഐക്കണുകൾ ക്ലൗഡിൽ നിന്ന് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിനും സേവ് ചെയ്യുന്നതിനുമുള്ളതാണ്. അടുത്തതായി പ്രിന്ററിന്റെ പടമുള്ള ഐക്കണ് പ്രിന്റൗട്ട് എടുക്കുന്നതിനുള്ളതാണ്. പിന്നത്തെ 3 ഐക്കണുകൾ കോപ്പി, കട്ട്, പേസ്റ്റ് എന്നിവയാണ്. അടുത്ത 2 അൺഡു, റീഡു ഐക്കണുകളാണ്. ഇനി വരുന്ന 2 ഇമ്പോർട്ട്, എക്സ്പോർട്ട് ഐക്കണുകൾ ആണ്. അടുത്തത് PDF ആയി എക്സ്പോർട്ട് ചെയ്യാനുള്ള ഐക്കണാണ്. ഇവിടെ പേജ് വ്യൂ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത ഐക്കണ് ഡോക്യുമെന്റ് ഫുൾ സ്ക്രീനിൽ കാണുന്നതിനുള്ളതാണ്. അതിനടുത്തുള്ളത് ഡോക്യുമെന്റിന്റെ സൈഡിൽ ഉള്ള റൂളർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ളതാണ്. അടുത്തത് ഗ്രിഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഐക്കണ് ആണ്. തുടർന്നുള്ള ഐക്കണ് ഗൈഡ് ലൈൻ ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനുമുള്ളതാണ്. അടുത്തുള്ള ബട്ടണ് സ്നാപ്പ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഉപയോഗിക്കുന്നു.
അതിനടുത്തു തന്നെ ഏതിലേക്കൊക്കെ സ്നാപ്പ് ചെയ്യണം എന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ നിരയിലെ ആദ്യത്തെ ഐക്കണ് സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഒറിജിൻ സെലക്ട് ചെയ്യുന്നതിനുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഈ ചതുരത്തിന്റെ ഒറിജിൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സെന്ററിലാണ്. അതുകൊണ്ട് ചതുരത്തിന്റെ സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ അത് സെന്ററിൽ നിന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ ചതുരത്തിന്റെ സൈസ് കുറച്ചപ്പോൾ അത് സെന്ററിലേക്ക് ചെറുതായി. ഇനി നമുക്ക് ഒറിജിൻ ആയിട്ട് ടോപ്പ് ലെഫ്റ്റ് കോർണർ സെലക്ട് ചെയ്യാം. ഇനി ഇത് ചെറുതാക്കിയാൽ ടോപ്പ് ലെഫ്റ്റ് പൊസിഷൻ അവിടെ തന്നെ നിൽക്കുന്നത് കാണാം. ഹൈറ്റും വിഡ്ത്തും അവിടെ നിന്നും കുറയുന്നത് കാണാം. ഇതുപോലെ ഏതു ഭാഗവും നമുക്ക് ഒറിജിൻ ആയി സെലക്ട് ചെയ്യാം. അടുത്തത് നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഒറിജിൻ പൊസിഷൻ ആണ്. അടുത്തത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റും വിഡ്ത്തുമാണ്. അടുത്തതായി കാണുന്ന ലോക്കിന്റെ സിംബൽ ലോക്ക് തുറന്നതായി കാണുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റിന്റെ ഹൈറ്റും വിഡ്ത്തും പ്രത്യേകം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ലോക്ക് തുറക്കാത്ത രീതിയിൽ ആണെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ പ്രപ്പോർഷണൽ ആയി ഹൈറ്റോ വിഡ്ത്തോ കൂടുകയോ കുറയുകയോ ചെയ്യും. അടുത്തത് റൊട്ടേഷൻ ആണ്. ഇവിടെ എത്ര ഡിഗ്രി ആണ് നമുക്ക് തിരിക്കേണ്ടത് അത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി. നോർമൽ ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് റൊട്ടേഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് മൈനസ് സിംബൽ ചേർക്കണം. അടുത്ത ഐക്കണ് ഒരു ഒബ്ജക്റ്റ് ഫ്ലിപ്പ് ചെയ്യുന്നതിനുള്ളതാണ്. ആദ്യത്തെ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് മിറർ ഒബ്ജക്റ്റായി മാറും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫ്ലിപ്പും. ഇതിൽ ഒബ്ജക്റ്റിന്റെ താഴേക്കാണ് മിറർ ഒബ്ജക്റ്റ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്ലിപ്പ് കൊടുത്ത അതേ ഒബ്ജക്റ്റ് തന്നെയാണ് ഫ്ലിപ്പ് ചെയ്യുന്നത്. അടുത്തതായി കോർണർ ഷേപ്പ് ചെയ്യുന്നതിനുള്ള ഐക്കണുകളാണ്. 3 തരം കോർണർ ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായി വരുന്ന ക്ലാസുകളിൽ ഉൾപ്പെടുത്താം. അടുത്തതായി കൊടുത്തിരിക്കുന്നത് ഔട്ട്ലൈൻ തിക്കൻസ് ആണ്. അതിനടുത്തു തന്നെ ഔട്ട്ലൈനിന്റെ പലതരം സ്റ്റൈലുകൾ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.